ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നിങ്ങളെ സ്വന്തം വരുൺ സർ ആണ്. എന്തൊക്കെ ഉണ്ടോ വിശേഷം മക്കളെ? എല്ലാവർക്കും സുഖല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിത വൈദ്യുതി എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയ കൺസെപ്റ്റ് ആണ്. അപ്പൊ കൺസെപ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കണ്ടാൽ മനസ്സിലാവും. എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? യെസ്, ഇറ്റ് ഈസ് റിഗാർഡിങ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിയും മിന്നും അല്ലെ. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ലൈറ്റ്നിങ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മിന്ന് ഉണ്ടാവുന്നത്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും റെഡി അല്ലടാ? യെസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ മക്കളെ, നോക്കടാ. നമുക്കറിയാം എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? ചാർജ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മേഘങ്ങളിലും എന്തുണ്ട്? ചാർജ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ മേഘങ്ങളിൽ പോസിറ്റീവ് ചാർജ് കൂടുതലാണെന്ന് വിചാരിക്കുക. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഈ മേഘങ്ങളിൽ കൂടുതലാണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ ഭൂമി എന്താണ്? ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കലുണ്ട് അല്ലെ. ഇലക്ട്രോൺ ബാങ്ക്. എന്തുകൊണ്ട്? ഭൂമി എന്ത് ചെയ്യും? ഭൂമി ഇലക്ട്രോൺ കൊടുക്കുകയും ചെയ്തു, അതേപോലെ ഇലക്ട്രോൺ റിസീവും ചെയ്യും അല്ലെ. അപ്പോൾ ഇവിടെ ഞാൻ നെഗറ്റീവ് 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 മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം എന്താണ് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ. യെസ്, ഈ മേഘങ്ങളുടെ ഇവിടെ പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജസ് ആയ നെഗറ്റീവ് ചാർജസ് ഇതാ ഇവിടെ വന്ന് നിൽക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പോൾ ഇതാണ് ശരിക്ക് ഇൻഡക്ഷൻ എന്ന് പറയാം അല്ലെ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ there will be an electric discharge, അവിടെ ഒരു വൈദ്യുത ഡിസ്ചാർജ് സംഭവിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു വൈദ്യുത ഡിസ്ചാർജ് ആണ് നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റുന്നത്? മിന്നലായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടല്ലോ. അപ്പൊ ഈ വൈദ്യുത ഡിസ്ചാർജ് ഈ മേഘങ്ങളും ഭൂമിയും തമ്മിൽ തന്നെ ഉണ്ടാവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കടാ, ഇവിടെ എന്തുണ്ട്? ഇവിടെ കുറെ മേഘങ്ങളില് കേട്ടോ, ഇതാ ഇവിടെ കുറെ മേഘങ്ങളുണ്ട്. അപ്പോൾ ഒരു മേഘത്തിൽ പോസിറ്റീവ് ചാർജ് കൂടുതലാണെന്ന് വിചാരിക്കാം. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഒന്നിൽ കൂടുതലാണ്. ഇതാ പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ഇനി തൊട്ടടുത്തുള്ള മേഘത്തിലോ? തൊട്ടടുത്തുള്ള മേഘത്തില് നെഗറ്റീവ് 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 ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മേഘത്തിൽ നിന്ന് ഈ മേഘത്തിലേക്ക് എന്ത് സംഭവിക്കും? there will be electric discharge. അപ്പൊ അങ്ങനെ നമുക്ക് മിന്ന് കാണാറുണ്ട് ഇല്ലടാ? ചിലപ്പോൾ നമ്മൾ ആകാശത്ത് മാത്രം മിന്ന് കാണല്ലേ. മിന്ന് ചിലപ്പോൾ താഴോട്ട് വരില്ല, ആകാശത്ത് മാത്രമേ ഉണ്ടാവൂ. കണ്ടിട്ടില്ലേ? യെസ്, ദാറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ ടു ക്ലൗഡ്സ്. കേട്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഡെഫിനേഷനിലേക്ക് എടുക്കാം. സോ വാട്ട് ഈസ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, അല്ലെങ്കിൽ ഇടിയും മിന്നലും എന്തുകൊണ്ടാണ് ഉണ്ടാവുക? നോക്കിയേ, ദ ഇലക്ട്രിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ ചാർജ്ഡ് ക്ലൗഡ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലുള്ള ചാർജ് ഉള്ള മേഘങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ഓർ ബിറ്റ്വീൻ ചാർജ്ഡ് ക്ലൗഡ്സ്. ഓക്കെ, രണ്ട് മേഘങ്ങൾ അടുത്തടുത്തുണ്ട്, രണ്ട് മേഘങ്ങൾക്കും എന്തുണ്ട്? ചാർജ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മേഘവും ഭൂമിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. കേട്ടല്ലോ? സോ അന്തരീക്ഷത്തിലെ ചാർജുകൾ മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാവുന്ന ഒരു വൈദ്യുത ഡിസ്ചാർജിനെയാണ് നമ്മൾ മിന്നൽ എന്ന് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായില്ലേ മക്കളെ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക? ഇതേപോലെ മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ലൈവ് ലിങ്ക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.